മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ കാര്യം കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അതിലെ ഭർത്താവ് ഭാര്യയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഇനിയും ഭാര്യമാരും ഭർത്താക്കന്മാരെ സ്നേഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മൾ പലപ്പോഴും നോർമൽസി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യമാരെങ്ങനെയാണ് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ബയോളജിക്കലായിട്ടുള്ള ആവശ്യം എന്ന് വെച്ചാൽ സെക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകുക. ഇതാണ് പലപ്പോഴും നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിൽ പല ആളുകളും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുപരിയായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് ശാരീരിക ആവശ്യങ്ങൾ മാത്രമല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ട് ശാരീരിക ആവശ്യങ്ങളാണ്: ഭക്ഷണം, അതുപോലെ സെക്സ്. ഇതെല്ലാം ശാരീരിക ആവശ്യങ്ങളാണ്. ഇത് മാത്രമല്ല ഉള്ളത്. ഇതുപോലെ തന്നെ മാനസികമായും ആത്മീയമായിട്ടും ഉള്ള ആവശ്യങ്ങളും കൂടി ഫുൾഫിൽ ചെയ്യുന്ന സ്നേഹമാണ് നമുക്ക് ആവശ്യം. നേരത്തെ ഭർത്താക്കന്മാർ കർത്താവ് സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ സ്നേഹിക്കപ്പെടാത്തവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നു. ബൈബിളിൽ ഞാൻ ആ റെഫറൻസ് എടുക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും അവിശ്വാസിയായ ഭാര്യ ഭർത്താവുമായി വരുമ്പോഴേ, അവരുമായിട്ട് ജീവിക്കുമ്പോഴേ, അവരുടെ ജീവിതത്തിൻ്റെ നൈർമല്യം കൊണ്ടും വിശ്വാസം കൊണ്ടും ഭർത്താവിനെ നേടാനായിട്ട് അവർക്ക് സാധ്യമായി തീരണം എന്നുള്ള രീതിയിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. കർത്താവ് പറയുന്നതല്ല, ഞാൻ പറയുന്നതെന്നും പറഞ്ഞാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മാനസികമായിട്ടുള്ള അടുപ്പം, മാനസികമായൊരു സ്നേഹം, ഹൃദയം പങ്കുവെക്കുന്ന പോലെ മനസ്സൂടെ പങ്കുവെക്കുന്ന ഒരു അനുഭവം സ്ത്രീകളിലും ഏറ്റവും ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പല ഇഷ്യൂസുണ്ട്, ഭവനത്തിലെ പല ഇഷ്യൂസും ഉണ്ട്. അത് നമുക്കറിയാം. എന്തെങ്കിലുമൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വാക്കിനകത്തുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഭർത്താവ് ഓഫീസിൽ നിന്ന് ബോസ് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രയാസപ്പെട്ട് കൊടുത്ത പ്രോജക്റ്റ് ചെയ്തതിനകത്ത് എന്തോ ഫെയിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഭവനത്തിലേക്ക് വരികയാണ്. സാധാരണ വരുമ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ചായ കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു 10-15 കൂട്ടം കാര്യങ്ങൾ പറയും. 10-15 കൂട്ടം കാര്യങ്ങൾ ഇതുവരെ ഇന്ന് രാവിലെ നടന്ന് ഇന്നാര് വന്നു, പൈസ കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ പേപ്പറുകാരൻ വന്നു, അവന് പൈസ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഭർത്താവ് ചിലപ്പോൾ അത് കേൾക്കും, കേൾക്കാതിരിക്കും, അതൊക്കെ ഉണ്ട്, അതിനകത്ത് നടക്കും. ഒരു ദിവസം ഭർത്താവ് ഇങ്ങനെ വന്ന് പറയുകയാണ്, എൻ്റെ ഓഫീസിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, അന്നേരം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഇതെന്തിനാ പറയുന്നത്? ഭാര്യയുമായിട്ടൊന്ന് പറഞ്ഞ് ഒന്ന് സഹതപിക്കുകയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അന്നേരം ഭാര്യ അത് കേൾക്കുമ്പം പറയാം, നിങ്ങളെ ആരാ വഴക്ക് പറയാത്തത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് അതല്ലേ, നിങ്ങളുടെ കയ്യിലിരിപ്പ് അതായത് നിങ്ങൾക്ക് വഴക്കല്ല, നിങ്ങൾക്ക് അതിനപ്പുറത്തെ കിട്ടും. ഇങ്ങനെ പറഞ്ഞാൽ ഭർത്താവിന് എന്താ തോന്നുക? ഭർത്താവിൻ്റെ സ്നേഹം, ഉള്ളിലുള്ള സ്നേഹം കൂടി ഇല്ലാതെയായി പോകുന്ന ഒരനുഭവം പലപ്പോഴും വരിക. എന്നാൽ കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണം, ഇങ്ങനെ പറഞ്ഞാൽ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും മാനുഷിക അവസ്ഥയിൽ ഉള്ളിൽ ഒരു അൺഫോർഗീവ്നെസ് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അൺഫോർഗീവ്നെസ് വരാനായിട്ടുള്ള സാധ്യത. ഇത് പിശാച് ഡിസീറ്റ്ഫുൾനെസ്സിൽ കൊണ്ടിടുന്നതാണ്, ചതിവിൽ കൊണ്ടിടുന്നതാണ്. പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ കയറി കൊള്ളണം. തകർന്ന് വരുന്ന ഹൃദയം എന്നുവെച്ചാൽ തകർന്ന് നുറുങ്ങിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചിലപ്പോൾ ഇനി നാളെ ചിലപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യും, ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസം ഞാൻ ഏറ്റെടുക്കണം എന്നൊക്കെ വിഷമിച്ച് ഇതൊക്കെ ഒന്ന് പറയാൻ വരുമ്പോഴേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഹൃദയഭാരത്തിൽ ഭാര്യയുമായിട്ടൊരു അൺഫോർഗീവ്നെസ് സ്പിരിറ്റ് വന്നു ചേരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സ്നേഹം അൺകണ്ടീഷണലായിരിക്കണം. അന്നേരം എന്താണ് പറയേണ്ടത്? സാരമില്ല, അങ്ങനെ ഉണ്ടായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് സ്പിരിച്വൽ ആംഗിൾ വരുന്നത്. അവിടെ ഭാര്യയ്ക്ക് സ്പിരിച്വലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഭർത്താവ് സ്പിരിച്വലായിട്ടൊക്കെ ആക്റ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കേട്ടപ്പോൾ ഒന്ന് തകർന്നു പോയിരിക്കും.
അതിൻ്റെ ഭാര്യ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ അറിയാമല്ലോ. അല്ലെങ്കിൽ ലോകാവസാനത്തോളം നമ്മുടെ കൂടെ ദൈവം ഇരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പ്രോമിസൊക്കെ പറഞ്ഞൊന്ന് സ്ട്രെങ്തൻ ചെയ്ത്, ഞാനിന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ഒന്ന് കരുതുകയും ഒക്കെ ചെയ്യുമ്പോഴേ, ആ സ്നേഹം ഒന്ന് പ്രദർശിക്കപ്പെടുമ്പോഴേ ഭർത്താവിൻ്റെ മനസ്സിൽ എന്ത് ആശ്വാസമായിരിക്കും. ചില ആളുകൾ വീട്ടിൽ വരത്തില്ല. അവരവരുടെ കൂട്ടുകാരെ കൂടി, എന്നെ ഇന്ന് അവൻ എൻ്റെ ബോസ് നശിപ്പിച്ചു, അതുകൊണ്ട് ബാറിലേക്ക് പോകാമെന്നും പറഞ്ഞ് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ ഭർത്താവ് ദൈവത്തെ അറിയുന്നവനായതുകൊണ്ട് ഈ വിഷമം പറയാനായിട്ട് ഓടി വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിലേക്ക് വന്നപ്പം ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോഴത്തേക്ക് അവൻ്റെ ഉള്ളിലൊരു ഗ്രഡ്ജ് ഫോം ചെയ്ത് ഒരു അൺഫോർഗിവിങ് സ്പിരിറ്റ് വരികയാണ്. ഈ അൺഫോർഗിവിങ് സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഭാര്യയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇത് ഹൃദയത്തിലങ്ങ് കാഠിന്യമേറിക്കൊണ്ടേയിരിക്കും. പിശാച് അതിൻ്റെ കൂടെ എല്ലാ ദിവസവും പുതിയ ഇഞ്ചക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കും. എടുത്ത് യവന് ഭാര്യയോടുള്ള സ്നേഹം കുറഞ്ഞ് അവസാനം അത് ശാരീരിക ബന്ധം പോലും നടത്താത്ത രീതിയിലുള്ള സെപ്പറേഷനിലേക്ക് വന്ന് അവസാനം എന്ത് സംഭവിക്കും? ഒരു പിരിച്ചിൽ അതിലേക്ക് വരുന്നൊരു അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് അൺകണ്ടീഷണലായിട്ട് പുരുഷന്മാരെ സ്നേഹിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോയത്. പുരുഷന്മാരെ സ്നേഹിക്കണം, അതുപോലെ തന്നെ സ്ത്രീകളും തിരിച്ചും സ്നേഹിക്കണം. നോട്ട് ഓൺലി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതല്ല, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. അത് രണ്ടും കൂടെ ആകുമ്പോഴേ അത് ഫുൾഫിൽ ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് വിധേയപ്പെടുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ്. സ്നേഹം ഏത് കുടുംബത്തിലുണ്ടോ ആ കുടുംബത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധം ഭയങ്കര ശക്തമായിരിക്കും. ഒരു രീതിയിലും ഒന്നിനും അതിന് ഏതൊക്കെ നെഗറ്റീവ്സ് വന്നാലും അതിനെ ഒരിക്കലും അത് തകർക്കാനായിട്ട് പറ്റുകയില്ല. അത് എറ്റേണലായിട്ടുള്ള ബന്ധമാണ്. ദൈവം കൂട്ടി യോജിപ്പിച്ചാണ് അത് ഈ ഭൂമിയിൽ യോജിപ്പിച്ചത്. എറ്റേണിറ്റി വരെ അത് നിലനിൽക്കുന്ന ബന്ധമാണ്. രണ്ടാമത്തെ പോയിന്റ് 1 തിമോത്തിയോസ് 5:8 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1 തിമോത്തിയോസ് 5:8 അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ. സ്വന്തം കുടുംബത്തെ കരുതുന്ന ഉത്തരവാദിത്വം ഉണ്ട്. ഇത് അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ന് പറയുന്ന കാര്യം പഴയ നിയമകാലങ്ങളിലൊക്കെ, ഈ അടുത്ത കാലങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു 1960-70 വരെ തന്നെ ഭവനങ്ങളിലെ മെയിനായിട്ടുള്ള ബ്രെഡ് ഏണർ എന്ന് പറയുന്ന പുരുഷന്മാരാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്തു, അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ മേലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീകളും സമ്പാദിക്കാനായിട്ട് തുടങ്ങി. അതിൽ തന്നെ തെറ്റൊന്നുമില്ല സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ. എന്നാൽ ഇവിടെ അതുകൊണ്ടാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം സ്വന്തം കുടുംബത്തെ കരുതുന്ന ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഫുൾ പ്രൊട്ടക്ഷൻ ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഭർത്താക്കന്മാർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ഭർത്താക്കന്മാരുടെ കടമയാണ് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഹീസ് ദ ബ്രെഡ് ഏണർ. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യമാർ പോകുമ്പോൾ, ആ ഒരു വർക്കിന് പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് കുറേ സഫറിങ് അതിലുണ്ടാവും, ഇല്ലെന്ന് പറയണ്ട. കാരണം ഭർത്താവ് വരുമ്പോൾ ചിലപ്പം ഭാര്യ വീട്ടിൽ കാണത്തില്ല. അതുപോലെ ചില സമയങ്ങളിൽ ഭാര്യയെ വിളിക്കാൻ പോകേണ്ടി വരും ഓഫീസിൽ, അല്ലെങ്കിൽ ദൂരെയൊക്കെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വിടേണ്ടി വരും. ആ ചില സമയങ്ങളിൽ ഒരാഴ്ചയൊക്കെ ചിലപ്പം ടൂറും ട്രാവലും ഒക്കെ ഉണ്ടെങ്കിൽ ഭർത്താവ് തന്നെ കൊച്ചിനെ നോക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ കരുതാനായിട്ട് ഭർത്താവിന് പറ്റുമെങ്കിൽ ഏറ്റവും അതാണ് നല്ലത്. അല്ലെങ്കിൽ ഭാര്യയും കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ അതനുസരിച്ച് ഭർത്താവും കൂടി അതിനെ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ചില ഭർത്താക്കന്മാരുണ്ട്, അവരുടെ മെയിൻ പരിപാടി ലാവിഷായിട്ട് അങ്ങനെ ജീവിക്കുക എന്നുള്ളത്. പലരിൽ നിന്നും കടം വാങ്ങും, പൈസ കടം വാങ്ങിയിട്ട് ഭർത്താക്കന്മാർ
ഭാര്യമാരുടെ ഫോൺ നമ്പർ കൊടുക്കും. ഭർത്താവ് അങ്ങ് സൂത്രത്തിൽ അങ്ങ് ഊരിപ്പോവും, എസ്കേപ്പിസോ എന്നൊക്കെ പറയും. ഭാര്യമാർ ഇങ്ങനെ കടക്കാർ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടുവരും. അങ്ങനെയുള്ള ചില കുടുംബങ്ങളുണ്ട്. അത് വിശ്വാസികളുടെ ഇടയിലുണ്ടെന്നല്ല പറയുന്നത്, അല്ലാത്ത ഇടയിലൊക്കെ ഇത്തിരി ഉണ്ട്. കാരണം അതൊക്കെ വരുമാനം കുറഞ്ഞിട്ടുള്ളവരും സാധാക്കിടയിലുള്ളവരും ഒക്കെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ വിഷയം അതല്ല. സ്വന്തം കുടുംബത്തെ കരുതുന്ന ഉത്തരവാദിത്വം ഭർത്താവിന് ദൈവം കൊടുത്തിരിക്കുക. ഭാര്യ വർക്ക് ചെയ്താൽ ആ യോക്ക് രണ്ടുപേരും കൂടി ഷെയർ ചെയ്യും എന്ന് മാത്രം. സ്വന്തം കുടുംബത്തെ നോക്കാത്തവൻ അവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നോർക്കുക. സ്വന്തം കുടുംബം എന്ന് പറയുമ്പം കുടുംബത്തിൽ അപ്പനമ്മമാരുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം, ഭാര്യയുടെ ഉത്തരവാദിത്വം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം, ഇതെല്ലാം നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. മൂന്നാമത് അവരെ പോറ്റി പുലർത്തുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പോറ്റി പുലർത്തുക. ഈ പോറ്റി പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഡയറക്ഷൻ കൊടുത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പോറ്റി പുലർത്തുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അതിൽ വരുന്നത്. ഭാര്യമാരെ ഭർത്താക്കന്മാർ വചനം പറഞ്ഞ് നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളെയും അതുപോലെ നോക്കേണ്ട ആവശ്യമുണ്ട്. അമ്മമാരെപ്പോഴും തന്നെ ചെറുപ്രായത്തിൽ LKG തൊട്ടുള്ള ചെറിയ പ്രായത്തൊട്ട് 3ാം ക്ലാസ് വരെ കുഞ്ഞുങ്ങളെ കൂടെ ഇരിക്കണം. എപ്പോഴും കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട ഏറ്റവും നല്ലത് അമ്മമാരാണ് കൂടെ ഇരിക്കുന്നത്. എന്നാൽ 5ാം ക്ലാസ് 4ാം ക്ലാസ് തൊട്ട് മേലോട്ട് ഉള്ള സമയത്ത് അവരെ പഠിപ്പിക്കുമ്പോൾ നീ വേണം പഠിക്കാൻ എന്ന് പറഞ്ഞ് അവരെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. എന്നാൽ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ മേലോട്ടുള്ള ക്ലാസ്സുകളിൽ അവരോട് കൂടെ ഇരിക്കരുത്. നീ ജയിച്ചാൽ നിനക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കണം. എന്നാൽ നീ എങ്ങാനും കയറി തോറ്റാൽ എനിക്ക് നാണക്കേടാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കാൻ നോക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും കയറി പറഞ്ഞേക്കരുത്. അതുകൊണ്ട് അവരെ പോറ്റി പുലർത്തണം. പ്രത്യേകിച്ച് ദൈവശിക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി അതുപോലെ ഭാര്യമാരെയും ഭർത്താക്കന്മാർ പോറ്റി പുലർത്തി വളർത്താനായിട്ട് ഏറ്റവും ആവശ്യമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അന്നേരം 1 പറഞ്ഞത് സ്നേഹം, 2 സ്വന്തം കുടുംബത്തെ കരുതുക, 3 പോറ്റി പുലർത്തുക, 4 പെട്ടെന്ന് പറഞ്ഞു പോകും കൂടെ പാർക്കുക. ഭാര്യയോടൊത്ത് വസിക്കണം. നേരത്തെ പറഞ്ഞു മാരേജ് തന്നെ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2:8 ഭാര്യയോടൊത്ത് വസിക്കാനായിട്ടാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ല, ഭാര്യമാർ ഒരു സ്ഥലത്തും ഭർത്താക്കന്മാർ വേറൊരു സ്ഥലത്തും, പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഉള്ളവർ ഇങ്ങനെ ആകാൻ പാടില്ല. 1 പത്രോസ് 3:7 അങ്ങനെ തന്നെ ഭാര്യമാർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഇത് കൂടെ പാർക്കുക മാത്രമല്ല, 5ാമത്തെ ഒരു പോയിൻ്റ് ഉണ്ട്, ഭാര്യയെ ബഹുമാനിക്കുക. ഇത് രണ്ടും കൂടി കവർ ചെയ്താണ് അതിൽ വരുന്നത്. ഭാര്യയോടൊപ്പം വസിക്കണം, ഇതൊരു കൽപ്പനയാണ്. അങ്ങനെ ഭർത്താക്കന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരുടെ വസിക്കണം. അത് മാത്രമല്ല, അവർക്ക് വേണ്ട രീതിയിലുള്ള ബഹുമാനവും കൊടുക്കണം. ഭർത്താവ് ഒരു കിങ് മേക്കർ, ഭാര്യ ഒരു അടിമ, അങ്ങനെയുള്ള രീതിയിലല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബഹുമാനം കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യമാർ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കുഞ്ഞുങ്ങൾ കേട്ടിട്ട് അത് വളർന്നു വരുമ്പോഴേ അവർക്കും അതൊരു ഡീമോട്ടിവേഷനായി മാറും. സാർശ്യവാക്യം 31:10 സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും എന്ന് പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. അവളുടെ വില മുത്തുകളിൽ ഏറും എന്ന് പറഞ്ഞാൽ അവളുടെ വില കോഹിനേക്കാളും വലുതാണ്. അതുകൊണ്ട് അവളുടെ വില ഇത്രയും വലുതായതുകൊണ്ട് അത് ഈ കോഹിനൂര് ഈ മുത്തൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ.
ഈ മുത്തൊരു പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ടാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്, വജ്രത്തിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ മുത്തെന്ന് പറഞ്ഞാൽ ഈ ഭാര്യയെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്, ഭർത്താക്കന്മാരുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഭർത്താക്കന്മാർ ആ വിവിധ പ്രോസസ്സിൽ കൂടി അതിനെ കടത്തിക്കൊണ്ടുപോയി അതിനെ മുത്തുപോലെ ആക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് മുത്തായില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? അത് ഭാര്യയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം നിങ്ങൾ അതിനെ കൈകൊണ്ടോ വായ് കൊണ്ടോ വേണ്ടാത്ത വാക്കുകൊണ്ടോ ഒക്കെ പറഞ്ഞ് അത് എല്ലാം തന്നെ അത് നശിപ്പിച്ച് അവരെ എടി പോടി ഇതെല്ലാം പിള്ളേർ കേട്ടോണ്ടിരിക്കുക എന്നൊക്കെ വിളിച്ച് അവർക്ക് ബഹുമാനം കൊടുക്കാതെ ഇങ്ങനെ ചെയ്ത് അവരെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാക്കി വെച്ചേക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്രോൾ ബങ്കിൽ പോയാലും മാർക്കറ്റിൽ പോയാലും ഏതെങ്കിലും ഓഫീസിൽ പോയാലും എങ്ങനെയാണ് സ്ത്രീകളെ സംബോധന ചെയ്യുന്നത്? ചേച്ചി, മാഡം. പെട്രോൾ ബങ്കിൽ നിൽക്കുന്ന അവിടെ അടിക്കാനുള്ള അവരോട് തന്നെ പറയുന്നത് ചേച്ചി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഓഫീസിൽ പോയാൽ മാഡോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ എന്തുവാ വിളിക്കുന്നത്? അവസാനം വരെ കാണുന്ന നിങ്ങളുടെ ഭാര്യമാരെ എന്തുവാ വിളിക്കുന്നത്? അവരെ വിളിക്കുന്നത് എടി പൊടി പട്ടി അങ്ങനെയൊക്കെ വിളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ഒരിക്കലും വിളിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ദൈവത്തോടും രണ്ടുപേരൂടെ ചേർന്നിരുന്ന് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്യോന്യം ക്ഷമ പറഞ്ഞിട്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. അവരെ ബഹുമാനിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം. അപ്പോഴേ പോറ്റി പുലർത്തണം, കൂടെ പാർക്കണം, ബഹുമാനിക്കണം. ഇതെല്ലാം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഈ പോറ്റി പുലർത്തുകയും കൂടെ പാർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴെന്താണ് ഭാര്യമാർ ചെയ്യുന്നതെന്നുള്ളത് പിന്നീട് പറയാം. ഭാര്യമാരുടെ കടമയിലെ ചില കാര്യങ്ങളൂടെ പറയാനായിട്ടുണ്ട്. അപ്പോഴേ ഈ കടമകളിൽ മെയിനായിട്ട് ഭർത്താക്കന്മാരുടെ കടമയെക്കുറിച്ച് പറഞ്ഞത്: 1 സ്നേഹിക്കുക, 2 സ്വന്തം കുടുംബത്തെ കരുതുക, 3 പോറ്റി പുലർത്തുക, 4 കൂടെ പാർക്കുക, 5 ഭാര്യയെ ബഹുമാനിക്കുക. ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഭാര്യമാർ മുത്തുകളിലും വിലയേറും എന്ന് പറഞ്ഞ് പ്രോവർബ്സ് 31:10. എന്തുകൊണ്ടാണ് മുത്തിൽ വിലയേറുക എന്ന് പറഞ്ഞാൽ മുത്തിൻ്റെ അത്രയും വിലയുള്ളതില്ല, അതിലും വിലയാണ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ മാരേജോടുകൂടി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന ഭാര്യയെ മുത്താക്കി എടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണുള്ളത്. അത് നമ്മൾ മറന്നു പോകരുത്. ആ ഭാര്യയെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ച് കളയാതെ ആ ഭാര്യയെ നമ്മൾ പോറ്റി പുലർത്തി അതിനെ ബഹുമാനം കൊടുത്ത് കൂടെ പാർത്ത് നിൽക്കണം. ഈ 1 പത്രോസ് 3:7 വീണ്ടും തുടരെ വീണ്ടും അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പുരുഷന്മാരുടെ ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ്, ഭാര്യമാരുടെ ഉത്തരവാദിത്തത്തിൻ്റെ സ്നേഹം പറഞ്ഞു. ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. തീർച്ചയായും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുക: കർത്താവേ, ഞാനിത് ചെയ്യാനായിട്ട് ഞാൻ വിമുഖത കാണിച്ചു, അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ കുറവുകൾ വന്നു, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഭാര്യയെ സ്നേഹിപ്പാനായിട്ട്, അവൾക്ക് വേണ്ടി കരുതുവാനായിട്ട്, അവളെ ബഹുമാനിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അവിടെയൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഏതെങ്കിലും അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ദൈവത്തോട് ഏറ്റു പറയണം. ആ ഹൃദയ കാഠിന്യം അല്ലെങ്കിൽ അത് ഹാർഡ്ഷിപ്പിലേക്ക് വരും. പ്രാർത്ഥിക്കാൻ: ദൈവമായ കർത്താവേ, നിൻ്റെ ആത്മാവ് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഭർത്താക്കന്മാർ കർത്താവെ ഭാര്യയോട് ഹൃദയത്തിലെ കർത്താവെ കാഠിന്യത്തോടുകൂടി ക്ഷമിക്കപ്പെടാതെ ചില കാര്യങ്ങൾ കരുതിയിരിക്കുന്നു. ദൈവമേ, ഇന്നത് അലിഞ്ഞ് ഇല്ലാതെയായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അൺഫോർഗീവ്നെസ്സിൻ്റെ ആത്മാവ് പിശാച് കൊണ്ടുവരുന്നതാണ്. അത് ആ ഡിസീറ്റ്, അവനെ വഞ്ചിച്ചത് കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവെ, ഭർത്താക്കന്മാരെന്നത് ദൈവസന്നിധിയിൽ ഏറ്റുപറവാൻ, ഭാര്യയോട് ഏതെങ്കിലും രീതിയിൽ ഭാര്യയുടെ പ്രതികരണത്തിന് വെയിറ്റ് ചെയ്യാതെ അവരോടത് പറഞ്ഞ് നിരക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിക്കുകയും ചെയ്യുവാൻ കർത്താവെ ഇന്ന് കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലെ വാഗ്വാദങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. അന്യോന്യം മിണ്ടാതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ടും അന്യോന്യ സ്നേഹം കാണിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാതെ കടമ നിർവഹിച്ചു പോകുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിങ്ങളോട് പറയുന്നു, അൺഫോർഗീവ്നെസ് സ്പിരിറ്റ് ഒന്ന് കളയുക. അത് ഒന്ന് ഏറ്റുപറയുക. നിങ്ങൾ രണ്ടുപേരും അന്യോന്യം ഏറ്റുപറയുക. ചെറുപ്പത്തിലെ എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉള്ള അൺഫോർഗീവ്നെസ് സ്പിരിറ്റ് അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. ദൈവം അതിൽ നിന്ന് വിടുവിക്കും.
പൂർണ്ണമായിട്ടുള്ള വിടുതൽ തരും, പൂർണ്ണ സ്നേഹവും ഐക്യവും തരും. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ കർത്താവെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. പിശാച് കെട്ടിയിട്ടിരിക്കുന്നതിനെല്ലാം അഴിച്ച് ഈ ദിവസങ്ങളിൽ സ്വസ്ഥതയും സ്നേഹവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നും കർത്താവ് ഇത് വാച്ച് ചെയ്യണം. ഇത് എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നത് കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാണ്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോയിൻ്റ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം. ആദ്യം ഞാനൊരു ക്വസ്റ്റ്യനെയർ പറഞ്ഞിരുന്നു, കടമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഇടണം. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ? അത് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടണം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാത്രിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.